ഇപ്പോൾ ശബരിമല കർമ്മസമിതി അംഗം ശ്രീ എസ്.ജെ.ആർ. കുമാർ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുകയാണ്. ശ്രീ എസ്.ജെ.ആർ. കുമാർ, ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും SITയെയും അതിരൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. ശങ്കരദാസിലേക്ക് അറസ്റ്റ് എത്താത്തത് എന്തുകൊണ്ട്? മകൻ SP ആയതുകൊണ്ടാണോ ഇങ്ങനെ ആശുപത്രിയിൽ പോയി കിടക്കുന്നത്? തുടങ്ങിയ ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിക്കുമ്പോൾ SITയുടെ അന്വേഷണ പുരോഗതിയിൽ ഹൈക്കോടതിക്ക് വലിയ രീതിയിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി നിശിതമായ വിമർശനം നടത്തുന്നത് എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? കാര്യം ഇത് പൊതുവെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോ ഈ ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിന് പ്രധാന കാരണം നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ, അദ്ദേഹത്തിന്റെ മകൻ പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള പരിഗണന തന്നെയാണ്. ഈ സർക്കാർ അദ്ദേഹത്തെ നമുക്കറിയാം, ശബരിമല യുവതി സമയത്തൊക്കെ സർക്കാരിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ അനധികൃതമായി ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഇടതുപക്ഷ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവര് അദ്ദേഹത്തിന്റെ പിതാവിനെ അത്തരത്തിൽ തന്നെ ആയിരിക്കണം കരുതി മാറ്റി നിർത്തിയിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം തന്ത്രിയുടെ അറസ്റ്റ് സമയത്തൊക്കെ പൊതുവെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ്. ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരള ഹൈക്കോടതി വളരെ ശക്തമായ രീതിയിൽ നേരത്തെയും പറഞ്ഞു. കൂടാതെ നമുക്കറിയാം സുപ്രീം കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യമായിട്ട് പോയ സമയത്ത് തന്നെ അതിനിശ്ചിതമായ രീതിയിലാണ് സുപ്രീം കോടതി പോലും ഈ വിഷയത്തെ വിമർശിച്ചത്. അതെല്ലാം നമ്മൾ കണ്ടതാണ്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അത്തരമൊരു സാഹചര്യം പോലും തിരസ്കരിച്ചുകൊണ്ടാണ് SIT ഇത്തരമൊരു നീക്കം നടത്തിയത്. പിന്നെ കൂടാതെ നമുക്കറിയാം, ഇപ്പോൾ ഇത് തൊട്ടിന് മുമ്പ് പ്രസിഡന്റായിരുന്ന പ്രശാന്തിനെ കുറിച്ചും ശക്തമായ രീതിയിൽ കോടതി നിരീക്ഷിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് കൃത്യമായ രീതിയിൽ കോടതി നിരീക്ഷിച്ചു. പക്ഷേ ഇതൊന്നും വകവെക്കാതെ ഈ SITയെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ കോടതി പരാമർശം നമ്മൾ സംശയിച്ച കാര്യം സത്യമാണെന്ന് വരുന്നു. അതായത് SITയുടെ അന്വേഷണം വേണ്ട തരത്തിലാവുന്നില്ല. ഈ സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും കീഴിൽ അവരുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് SIT മാറി എന്നുമാണ് ഇതുകൊണ്ട് കരുതാൻ. ഇന്ന് കോടതിയിൽ അത്തരം പരാമർശം വന്നത് തീർച്ചയായിട്ടും വളരെ നന്നായി. കാരണം വെച്ചാൽ സമൂഹത്തിന്റെ ഇടയിൽ ഒരു സന്ദേഹം ഉണ്ടായിരുന്നു, ഇത്തരം വിഷയങ്ങളിൽ കോടതിയുടെ മുന്നിലിരുന്ന ഒരു കേസ് ഇത്തരത്തിലാവുന്നത് എന്തുകൊണ്ട് കോടതി കാണുന്നില്ല, അത് കോടതിയും ഇത് ഇത്തരം കാര്യം നിരീക്ഷിക്കാതെ പോകുന്നതാണോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കാര്യം ശ്രദ്ധിച്ചുവെന്നും അത് താക്കീത് നൽകിയെന്നും പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നീതി നിഷേധിക്കലല്ല, നീതി നിർവഹണത്തിൽ നല്ലൊരു പങ്കാണ് ഹൈക്കോടതി വരുത്തുന്നതെന്നും തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് കൃത്യമായി ഉത്തരം നൽകുന്നത് തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാം. ഈ ശങ്കർദാസിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അസുഖബാധിതമായിട്ട് കേസ് കോടതിയിൽ ആശുപത്രി കിടക്കുന്ന എത്രയോ പേരെയാണ് കേസിൽ പ്രതിയ സമയത്ത് അറസ്റ്റ് ചെയ്ത് അവർക്ക് ചികിത്സ കണ്ടിന്യൂ ചെയ്യാം. അയക്കേണ്ടി അവർ അറസ്റ്റ് ചെയ്ത് അവിടെ പോലീസ് കാവലിൽ ചികിത്സ തുടരാവുന്നതാണ്. അത് ചെയ്യുന്നില്ല. അതുപോലെ പ്രശാന്ത്, നമുക്കറിയാം ഈ കേസ് തന്നെ സെപ്റ്റംബറിൽ ഇപ്പോൾ 2025 തന്നെ വീണ്ടും ഈ ദ്വാരപാലക ശില്പം ഇളക്കി മാറ്റുന്ന സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ കാണുകയും കോടതിയുടെ ശ്രദ്ധയെ കൊണ്ടുവരികയും ചെയ്താണല്ലോ ഇപ്പോൾ ഈ കേസ് തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ ആ വിഷയത്തിൽ നമുക്കറിയാം ഇത് വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞു എന്തുദ്ദേശത്തിലാണ് ഇത് വീണ്ടും അതേ പോയിറ്റെ തന്നെ ഇദ്ദേഹം ഏൽപ്പിച്ചതെന്നൊക്കെയുള്ള ചർച്ച വന്നപ്പോൾ കോടതി തന്നെ നിരീക്ഷിച്ചു, ഇതിൽ ഇദ്ദേഹത്തിന്റെ പങ്കും സംശയാസ്പദമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കണം എന്നൊക്കെ അന്ന് തന്നെ കോടതി പറഞ്ഞാണ്. അപ്പൊ അതൊന്നും കണക്കിലെടുക്കാതെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും SITയുടെ പോക്ക് നമ്മളൊക്കെ കരുതിയ പോലെ യാതൊരു രീതിയിലും നീതിയുക്തമല്ല എന്ന് കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ കണ്ടൊരു രാജീവരുടെ വിഷയം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളെല്ലാം കണ്ടു റിമാൻഡ് റിപ്പോർട്ട് വളരെ ഫ്ലിംസി കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലും അതിനകത്ത് യാതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണത്. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് അത് ആ കേസിൽ നിന്ന് വിട്ടുപോകുന്നുള്ളത് കൊണ്ട് മറ്റു ചില വകുപ്പുകളൊക്കെ ചേർത്ത് കേസ് ശക്തമാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെ, ഇതെല്ലാം മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഗൂഢപദ്ധതിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷണത്തിലിരിക്കുന്ന ഇത് ഹൈക്കോടതിക്ക് തന്നെ തൃപ്തിയല്ലാത്ത സ്ഥിതിയിൽ CBIക്ക് എത്രയും പെട്ടെന്ന് ഈ കേസ് വിടണം. ആ CBIയുടെ അന്വേഷണം കൊണ്ട് മാത്രമേ ഈ നീതിയുക്തമായ രീതിയിൽ കേസ് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ SJR കുമാർ പ്രതികരിച്ചതിന്.